ഏറെ പ്രേം നിറഞ്ഞ പ്രൊഫഷണൽ വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പല ഗൗരവമേറിയ വിഷയങ്ങളും നമ്മളൊക്കെ തന്നെയും നിസ്സാരവൽക്കരിച്ചു പോകാറുണ്ട്. ഒരു ചെറിയ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ തലയിൽ തലമുടി ഉണ്ട് അല്ലേ? എത്ര എണ്ണം ഉണ്ടാവും? ആയിരക്കണക്കിന് തലമുടി നമ്മുടെ തലയിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒന്ന് ആലോചിച്ച് നോക്കൂ, 800 കോടിയിലധികം മനുഷ്യർ ജീവിക്കുന്ന ഒരു ലോകമാണ് നമ്മുടേത്. ഈ ലോകത്ത് ഇത്രയധികം കോടിയിലധികം മനുഷ്യരുടെ തലയിൽ എത്ര കോടി തലമുടി ഉണ്ടായിരിക്കും? ഒന്നുകൂടെ നമുക്ക് പുറകോട്ട് ചിന്തിച്ചാൽ, ആദിമ മനുഷ്യൻ മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതും ഇതിനു മുമ്പ് മരിച്ചുപോയവരുമായിട്ടുള്ള അസംഖ്യം തലമുറകളിലെ എണ്ണിയാലൊടുങ്ങാത്ത ജനകോടികളുടെ തലയിൽ എത്ര മുടിയുണ്ടായിരിക്കും? നമുക്കാർക്കും എണ്ണി തീർക്കാനാകാത്ത വിധം അനന്തമാണത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും തലമുടി മറ്റൊരാളുടേതിന് സമാനമാകാത്ത വിധത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് തലമുടിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കണ്ണും കാതും, എന്തിനേറെ പറയുന്നു നമ്മുടെ കൈയക്ഷരവും കൈയൊപ്പും ശരീരത്തിൻ്റെ ഗന്ധവും അതിലൂടെ ഒഴുകുന്ന രക്തവും എല്ലാം മറ്റൊരാളുടേതിന് സമാനമല്ലാത്ത രീതിയിൽ വ്യത്യസ്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയും. ഇത്രയേറെ മഹാവിസ്മയങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യൻ്റെ ശരീരം. ഈ മനുഷ്യരെയും അവൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെയും എല്ലാം സൃഷ്ടിച്ച മഹാനായ ശക്തിയെയാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുന്നത്. ഈ അള്ളാഹുവെ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ, നമ്മുടെ പരിഭവങ്ങളും പരാതികളും അവനോട് പങ്കുവെക്കുമ്പോൾ ജീവിതത്തിൽ നമുക്ക് വല്ലാത്തൊരു ആനന്ദം ഫീൽ ചെയ്യും. അവനോട് കൂടുതൽ അടുക്കുന്ന സമയത്ത്, എല്ലാം അവനിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന സന്തോഷമുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണത്. ഇത്തരത്തിൽ ഈ രൂപത്തിലുള്ള ആനന്ദവും സന്തോഷവും ഏറെ അനുഭവിച്ച ഒരു വ്യക്തിയെയാണ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്ന സമയത്ത് ജീവിതത്തെ ബ്രെയിൻ ട്യൂമർ എന്ന മാരക രോഗം വേട്ടയാടിയപ്പോൾ ഇത്തരത്തിൽ അതിനെ പരീക്ഷണമല്ലാതെ അനുഗ്രഹമായി കാണുകയും അതിനോട് ഈമാനിൻ്റെ ശക്തി കൊണ്ട് പൊരുതുകയും അതിനെ അതിജയിക്കുകയും ചെയ്ത ഡോക്ടർ KP ഹവ്വയെയാണ് ഇൻഷാ അല്ലാഹ് ഈ സെഷനിൽ നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്കേറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. We take this moment to invite Dr. KP Hawwa onto the stage. തൻ്റെ കൂട്ടിന് ഒരു മനോഹരമായ കാവൽ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മനോഹരമായ കാവൽ? അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ 30ാമത്തെ വയസ്സിലാണ് എനിക്ക് ബ്രെയിൻ ട്യൂമർ എന്ന ഈ അസുഖം ബാധിക്കുന്നത്. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് തന്ന മനോഹരമായൊരു സമ്മാനമായിരുന്നു ഈ രോഗം. അപ്പം നിങ്ങൾ ചിലപ്പം ചിന്തിക്കുന്നുണ്ടാവും, എല്ലാവരും ഭയക്കുന്ന ഒരു രോഗത്തെ ഞാൻ എന്തിനാണ് മനോഹരമായ സമ്മാനമെന്ന് വിളിക്കുന്നത് എന്ന്. എനിക്ക് ഈ രോഗമാണ് എന്ന് സത്യത്തിൽ ഞങ്ങൾ അറിയുന്നത് വളരെ വൈകിട്ടാണ്. ഈ രോഗമാണ് എന്ന് ഞാൻ അറിയുന്ന നിമിഷം വരെ ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. വേണമെങ്കിൽ എൻ്റെ റബ്ബിന് എന്നെ ഒറ്റയടിക്ക് വീഴ്ത്താമായിരുന്നു. ഒരു നിമിഷം പോലും ചിന്തിക്കാൻ തരാതെ ഒരു പക്ഷേ ഞാനൊരു നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ എൻ്റെ റബ്ബ് അത് ചെയ്തില്ല. എൻ്റെ റബ്ബ് എന്നെ ചില മനോഹരമായ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. അവനാണുലകിന്നധിപൻ, സകല ചരങ്ങളും അവനെ വണങ്ങുന്നു. അവനാൽ സൂര്യനുദിക്കുന്നു, അവനൂതിയണച്ചാലിരുളുന്നു.
ആ ജഗന്നാഥൻ അറിയാതൊരു പിടിനൂലിഴ പോലും അനങ്ങില്ല. അവനാലേകിയ നിഅമത്താണീ ജീവിതമിനിയാ കഥ പറയാം. അവനാലേകിയ നിഅമത്താണീ ജീവിതമിനിയാ കഥ പറയാം. എനിക്ക് രോഗം വരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ദുബൈയിലായിരുന്നു. എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആൾക്ക് 7 വയസ്സും എൻ്റെ ചെറിയ മോൾക്ക് വെറും 11 മാസം മാത്രമാണ് പ്രായം. അപ്പോൾ നമ്മളെ കയ്യിൽ MRI റിപ്പോർട്ട് കിട്ടിയ സമയത്ത് നമ്മൾ അതും കൊണ്ട് ഫസ്റ്റ് പോകുന്നത് കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിലേക്കാണ്. ഒരു സമയത്ത് ഈ റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിക്കിയിട്ട് ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഒരു പാല് കൊടുക്കുന്ന മോളുണ്ടെന്ന്. ഉടനടി ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഈ നിമിഷം തന്നെ നിങ്ങൾ പാലുകുടി നിർത്തിക്കോളൂ എന്നാണ്. ഈ ലോകത്തൊരു ഉമ്മക്കും താങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടർ മുന്നിൽ നിന്ന് പൊട്ടി കരയായിരുന്നു. അങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ആദ്യം ഈ രോഗത്തെ എൻ്റെ ജീവിതത്തിലേക്ക് വരവേൽക്കുന്നത്. അങ്ങനെ പിന്നീട് എൻ്റെ ഉപ്പ എന്നെ കുറച്ചും കൂടി സൗകര്യങ്ങളുള്ള കോയമ്പത്തൂരിലുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ശീലമുണ്ട്. വല്ലാത്ത പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഖുറാൻ്റെ പരിഭാഷ ഞാൻ ഒന്ന് തുറന്നു നോക്കും. ആ ഒരു സമയത്ത് കാണുന്ന വചനങ്ങൾ എപ്പോഴും എനിക്ക് ആശ്വാസം പകരാറുണ്ട്. അന്നും ഞാൻ അതുപോലെ ഖുറാൻ്റെ പരിഭാഷ പ്രാർത്ഥിച്ചിട്ടൊന്ന് തുറന്നു നോക്കി. ആ ഒരു സമയത്ത് ഞാൻ കണ്ട വചനം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ള ഒരു വചനമായിരുന്നു. സത്യത്തിൽ അത് എനിക്കൊരു ചെറിയ ധൈര്യം നൽകുകയാണ്. അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ എത്തുന്നു. അങ്ങനെ അവിടെ വെച്ച് എൻ്റെ ആദ്യത്തെ ബ്രെയിൻ സർജറി, മേജർ സർജറി ആയിരുന്നു. അത് കഴിയാണ്. അൽഹംദുലില്ലാ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. എനിക്ക് ആദ്യം വന്ന ഒരു ചെറിയ സിംറ്റം, അതായത് എൻ്റെ ചെരുപ്പ്, ഇടത് കാലിലെ ചെരുപ്പാണ്, ആ ഒരു സിംറ്റം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ചെരുപ്പ് കാലിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോകുമായിരുന്നു. ആ ഒരു ഭാഗത്തെ വീക്ക്നെസ് ഒഴിച്ച് മറ്റൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിരുന്നില്ല. എന്നാൽ ബ്രെയിനിൻ്റെ സർജറി കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഉണക്കത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ്? ഓക്സിജനാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എനിക്കൊരു വലിയൊരു ഓക്സിജൻ മാസ്ക് നൽകിയിരുന്നു. അപ്പോൾ ആ ഓക്സിജൻ മാസ്ക് ഇങ്ങനെ 2-3 ദിവസം വെച്ച സമയത്ത് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എനിക്കിത് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, എനിക്ക് ചെറിയൊരു ട്യൂബ് മൂക്കിലേക്ക് വെച്ച് തന്നു. ഉറക്കത്തിൽ എപ്പോഴോ അത് തെന്നി മാറിപ്പോയി. അങ്ങനെ എൻ്റെ ബ്രെയിനിലേക്ക് ലഭിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും എൻ്റെ ബ്രെയിനിലാകെ എഡിമ വന്ന് നിറയുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഇടതുഭാഗത്തിൻ്റെ മുഖമൊഴിച്ച് എൻ്റെ ഇടതുഭാഗത്തിൻ്റെ ചലനശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയി. അൽഹംദുലില്ലാ അന്നത് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ് അന്നോളം ഞാനൊരു വിലയും കൽപ്പിക്കാതിരുന്ന അള്ളാഹു എനിക്ക് നൽകിയ വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെ ഡോക്ടർമാർ മുഴുവൻ നിരാശരാവുകയാണ്. ഡോക്ടർമാർ അവസാനമായി എൻ്റെ ഈ ചലനത്തെക്കുറിച്ച് എൻ്റെ സർജൻ ഡോക്ടർ സുരേഷ് ജയബാലൻ സാറ് എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആനന്ദിനോട് പറയുന്നത്, ഈ ചലനം വരുമോ എന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല, ദൈവത്തിന് മാത്രം അറിയാമെന്നാണ്. അങ്ങനെ എൻ്റെ മുന്നിൽ മെഡിക്കൽ സയൻസ് ഒരു വട്ടപൂജ്യമായി നിൽക്കുകയാണ്. എല്ലാവരും നിരാശരായി. എന്നാൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന ആ വചനം എന്നെ നിരാശയിലേക്ക് തള്ളിവിട്ടില്ല. ഈ ലോകത്തൊരു മനുഷ്യനോടും പറഞ്ഞാൽ തീരാത്തത്ര പ്രയാസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ അന്ന് അലയടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും ആ രാത്രി എൻ്റെ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞു. അങ്ങനെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ എല്ലാം പൂർണ്ണമായിട്ട് ഭരമേൽപ്പിച്ചു. പിറ്റേ ദിവസം രാത്രി ഞാൻ എൻ്റെ റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച് കിടക്കുന്നതിനിടയിൽ എൻ്റെ കൈ വിരലുകൾക്ക് എന്തോ ഒരു ചെറിയ ചലനം എനിക്ക് അനുഭവപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ വിരലുകൾ ചലിക്കുകയാണ്. ഡോക്ടർ ഇളകില്ല എന്ന് പറഞ്ഞ് എൻ്റെ വിരലുകൾ ചലിക്കുകയാണ്. ഞാനിങ്ങനെ ആകാംക്ഷയിൽ അത് ഇങ്ങനെ മെല്ലെ ഇളക്കി നോക്കി. അങ്ങനെ ആദ്യം ഞാൻ ഈ തള്ളവിരലിനോട് ഈ ചൂണ്ടുവിരൽ ഇങ്ങനെ മുട്ടിച്ചു നോക്കി. ഞാൻ വീണ്ടും കൂട്ടിമുട്ടിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ തവണ ഈ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അന്നൊന്നും അനുഭവിക്കാത്ത ഒരു അനുഭൂതി സത്യം പറഞ്ഞ് ഞാൻ ആ ഒരു നിമിഷത്തിൽ അനുഭവിച്ചു. അതായിരുന്നു എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത്. പിന്നീട് എൻ്റെ ചുറ്റുമുള്ളതെല്ലാം മനോഹരമാവുകയായിരുന്നു. ഞാൻ ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്ത് നിന്ന് പ്രകാശമുള്ളൊരു ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുകയായിരുന്നു. അങ്ങനെ അതിനിടയിൽ വീണ്ടും ഓങ്കോളജി ഡോക്ടർ, അതായത് ചലനങ്ങൾ ഇങ്ങനെ തിരിച്ചു കെട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ഓങ്കോളജി ഡോക്ടർ നമ്മളോട് 30 റേഡിയേഷനും 6 കീമോയും ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ സത്യത്തിൽ എനിക്ക് ചുറ്റും റബ്ബ് എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം മനുഷ്യരിലൂടെ ശരിക്കും ചൊരിഞ്ഞു തരികയായിരുന്നു. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ഉപ്പയും എൻ്റെ ഇടവും വലവുമായി നിന്നിട്ടാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ റേഡിയേഷൻ തുടങ്ങി. ആ റേഡിയേഷനിടയിൽ എനിക്ക് നഷ്ടപ്പെട്ട് വീണ്ടും തിരിച്ചു കിട്ടിയ ചലനശേഷികൾ വീണ്ടും നഷ്ടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ റേഡിയേഷൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അവിടെ ബ്രെയിൻ ട്യൂമർ വന്ന അതേ ഭാഗത്ത് ഒരു വാട്ടർ ഫിൽഡ് സിസ്റ്റ്, വെള്ളത്തിൻ്റെ ഒരു കുമിള രൂപപ്പെടുന്നുണ്ടായിരുന്നു. അതങ്ങനെ വലുതായി 6.5 സെൻറ്റിമീറ്റർ വലുപ്പമെത്തിയ സമയത്താണ് നമ്മളത് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാൻ ഒരു 4 ദിവസം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കോമയിലേക്ക് പോകുമായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു. അൽഹംദുലില്ലാ, അവിടെയും എൻ്റെ റബ്ബ് എന്നെ രക്ഷിച്ചു. അങ്ങനെ വീണ്ടും ഞാനൊരു മേജർ സർജറിയിലേക്ക് പോവുകയാണ്. അങ്ങനെ വീണ്ടും ഒരു മേജർ സർജറി കഴിഞ്ഞു. ആ ഒരു സമയത്ത് എനിക്ക് ഈ രണ്ടാമത്തെ സർജറിക്ക് തൊട്ട് മുൻപ് എനിക്ക് ചിരിക്കാൻ പറ്റില്ലായിരുന്നു, എൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ 2-3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടി. എന്നാൽ എൻ്റെ വിരലുകൾ വീണ്ടും ചലനമറ്റതായി മാറി. അപ്പോൾ എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആനന്ദ്, ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിലായിരുന്നു താമസം. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ആയി പോവാണ്. എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആനന്ദ് എന്നെ കാണാൻ വേണ്ടി അവിടേക്ക് വരികയാണ്. അവൻ വളരെ നിരാശനായിട്ട് എൻ്റെ ഈ കൈവിരലുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എനിക്കറിയാം അവൻ്റെ പ്രയാസം എന്താണെന്ന്. കാരണം ഇത് ഫൈൻ മൂമെൻറ്റ്സ് ആണ്. അതായത് ഇത് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു വരുമോ എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ്സ് ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ എന്ന് ഓർത്തിട്ടാണ് അവൻ വിഷമിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. എൻ്റെ റബ്ബ് ഈ വിരലുകൾ ചലിപ്പിക്കണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൻ ചലിപ്പിക്കുക തന്നെ ചെയ്യും. എനിക്ക് യാതൊരു പേടിയുമില്ല, നീ വിഷമിക്കണ്ട, നീ പോയിക്കോന്ന് ഞാൻ അവനോട് പറഞ്ഞു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ റൂമിലേക്ക് ഇങ്ങനെ കിടത്തുകയാണ്. അങ്ങനെ ഞാൻ ആ കിടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന നാഥാ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് നീ. എൻ്റെ ഈ ചെറിയ വിരലുകളെ നിനക്ക് ചലിപ്പിക്കണമെങ്കിൽ വെറും നിമിഷങ്ങൾ മതിയെന്ന് എനിക്കറിയാം. എൻ്റെ വിരലുകളെ നീ ചലിപ്പിക്കണേ നാഥാ എന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നും തേങ്ങി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. സുബ്ഹാനല്ലാഹ്, എൻ്റെ വിരലുകൾ നിമിഷങ്ങൾ കൊണ്ടിളകി. എൻ്റെ കൈവിരലുകളിലൂടെ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞാൻ നിമിഷങ്ങൾക്കകം തിരിച്ചറിയുന്ന ഒരു സമയമായിരുന്നത്. ഞാൻ ആനന്ദിനെ വിളിച്ച് ഇത് അറിയിക്കുമ്പോൾ അവൻ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ രോഗത്തിൻ്റെ എല്ലാ ഭയാനകതകളും കാണിച്ചു തന്ന്, എന്നാൽ അതിലൂടെ ഏറ്റവും മനോഹരമായ ഒരു പാഠങ്ങൾ പഠിപ്പിച്ചു തന്ന് സുരക്ഷിതമായിട്ട് എൻ്റെ റബ്ബ് എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ റബ്ബിൻ്റെ മനോഹരമായ കാവലിലായിരുന്നു. മാഷാ അല്ലാഹ്, ഓരോ വാക്കുകളും നമുക്ക് ശരിക്കും ഇൻസ്പിറേഷൻ തരുന്നത് തന്നെയാണ് അല്ലേ. അത്രയും ബുദ്ധിമുട്ട്, ആ ഒരു പ്രയാസം, വലിയ മാരകമായിട്ടുള്ള ആ രോഗത്തെ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തിച്ച ആ ഒരു വേ ഞാൻ ശരിക്കും ഇങ്ങനെ ആസ്വദിച്ച് കേൾക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു ആയത്ത് ശരിക്കും ഉള്ളിൽ തട്ടിയത് കൊണ്ടായിരിക്കാം ആ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് എത്താൻ പറ്റിയത്. ഒരു പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ആയത്തൊക്കെ നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുണ്ടാവും. ഓക്കെ, നമ്മളൊക്കെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്കൊരു ഡ്രീം പ്രൊഫഷൻ ഉണ്ടായിരിക്കും എല്ലാവരും ഉള്ളിൽ. നമ്മൾ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുന്ന ആളുകളൊക്കെയാണ്. ഇപ്പോൾ മാമിൻ്റെ കേസിൽ ഒരു ഡോക്ടറായി തീരണം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കും. അങ്ങനെ ആ ഒരു ഡ്രീം പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാണ്. അതുപോലെ തന്നെ ഒരു വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആൻഡ് എൻവയോൺമെൻ്റ് ഒക്കെ ഫുള്ള് സെറ്റായി നിൽക്കുന്ന ഒരു സമയത്താണ് ശരിക്കും ഈ ഒരു പരീക്ഷണം ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഈമാനിൻ്റെ കരുത്ത് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത്? എൻ്റെ മുൻപുള്ള ജീവിതത്തിൽ സത്യത്തിൽ ഞാൻ എൻ്റെ റബ്ബിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ റബ്ബിൻ്റെ കാരുണ്യം എന്താണ് എന്ന് എൻ്റെ ശരീരത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി, ഞാൻ എൻ്റെ റബ്ബിനെ സ്നേഹിച്ചത് ഇത്രയും കാലം സ്നേഹിച്ചതുപോലെ ആയിരുന്നില്ല സ്നേഹിക്കേണ്ടിയിരുന്നത്. ഞാൻ ഇത്രയും കാലം ഭയപ്പെട്ട രീതിയിലായിരുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടേണ്ടിയിരുന്നത്. റബ്ബിൻ്റെ കാരുണ്യം എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? റബ്ബിനെ നമ്മൾ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയോ? ഞാനൊരു ചെറിയ ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം.
ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കുന്നത് ആരാണ്? നമ്മുടെ ഉമ്മയാണ്, അല്ലേ? ഉമ്മാനെക്കുറിച്ച് ഓർക്കുമ്പം നിങ്ങളൊന്ന് കണ്ണടച്ചൊന്ന് ഉമ്മാനെക്കുറിച്ച് ഓർത്ത് നോക്കി. നമുക്ക് മനസ്സിനുള്ളിൽ വരുന്നൊരു ഫീലിംഗ് ഉണ്ട്, അല്ലേ? ഉമ്മ എന്ന് പറയുമ്പോൾ ഉമ്മാൻ്റെ കാരുണ്യം എത്രയാണെന്ന് അറിയോ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു ചെറിയ ശതമാനത്തിൻ്റെയും എത്രയോ ചെറിയ ഒരു കണികയാണ് ഭൂമിയിൽ ഉമ്മാക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ആ ഒരു ചെറിയ കാരുണ്യം കിട്ടുമ്പം നമ്മൾ എങ്ങനെ ഉമ്മാനെ സ്നേഹിക്കുന്നത്? നമുക്ക് ഉമ്മാനോടുള്ള ഫീലിംഗ് എന്താ? അപ്പം നമ്മളെ റബ്ബിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? റബ്ബിനോട് നമുക്ക് ഉണ്ടാവേണ്ട ഫീലിംഗ് എന്താണെന്നറിയോ? നമുക്ക് റബ്ബിനോട് ഉണ്ടാകുന്ന ഫീലിംഗ് മുഹബ്ബത്താണ്. ശരിക്കും റബ്ബ് നമ്മുടെ ഇവിടെയാണ്. റബ്ബിനോട് നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് ചോദിക്കേണ്ടത്. റബ്ബിനോട് നമുക്ക് ഉണ്ടാവേണ്ടത് മുഹബ്ബത്താണ്. നമ്മളെങ്ങനെയാണ് റബ്ബിനെ ഭയപ്പെടേണ്ടതെന്ന് അറിയോ? റബ്ബിനെ ഭയപ്പെടേണ്ടത് നമ്മൾ റബ്ബിനെ നന്ദി കാണിക്കുന്ന അടിമകളിൽ നമ്മളും ഉൾപ്പെട്ടു പോകൂലേ എന്നുള്ളൊരു ഭയമാണ് നമുക്ക് വേണ്ടത്. അതാണ് നമ്മളെ തെറ്റുകളിൽ നിന്നും വിട്ടു നിർത്തേണ്ടത്. അതല്ലാതെ റബ്ബ് തരുന്ന ശിക്ഷകളെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഭയമല്ല സത്യത്തിൽ വേണ്ടത്. നരകത്തിൻ വാതിൽ തുറന്നിരിക്കുകയല്ല അവൻ, തരുന്ന സ്നേഹങ്ങൾക്കൊന്നും അതിരുകളില്ല. മരണത്തിൻ ദൂതൻ ഞെരിക്കുകയില്ല. സുവർഗം നിൻ മനസ്സിൻ്റെ അകലയുമല്ല. നിൻ്റെ അണുമണി തൂക്കം നന്മ തിരയുവോനല്ല. ഞാൻ എന്നും ഏതൊരു നിമിഷത്തിലാണ് എൻ്റെ റബ്ബിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കിയത്, ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഈ ലോകത്തുള്ള എല്ലാ പ്രയാസങ്ങളും ഞാൻ അലിഞ്ഞു പോവുമായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പ്രയാസം എൻ്റെ മക്കളെ ഓർത്തിട്ടുള്ളതായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കഥയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം കുഞ്ഞായിരിക്കുന്ന സമയത്ത് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയോട് അള്ളാഹു കുഞ്ഞിനെ പെട്ടിയിൽ ആക്കിയിട്ട് ഒഴുക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ത് ധൈര്യത്തിലായിരിക്കും ആ ഉമ്മ കുഞ്ഞിനെ പെട്ടിയിലാക്കി ഒഴുക്കിയത്? കാരണം ആ ഉമ്മാക്ക് അറിയാമായിരുന്നു എൻ്റെ കുഞ്ഞ് തൻ്റെ രക്ഷിതാവിൻ്റെ മുന്നിൽ സുരക്ഷിതമാണ് എന്നുള്ള ഉറപ്പ് ആ ഉമ്മാൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. അതാണ് ആ ഉമ്മാക്ക് ആശ്വാസം പകർന്നത്. സത്യത്തിൽ ഞാനും അത് തന്നെ ചെയ്തു. എനിക്കെൻ്റെ മക്കളെ തന്നത് എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മക്കൾ എൻ്റെ റബ്ബിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ സുരക്ഷിതനാണ് എന്നുള്ള ആ ഉറപ്പ് എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം നൽകി. അങ്ങനെ എൻ്റെ എല്ലാ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും അതോടെ അലിഞ്ഞു പോവുകയായിരുന്നു. ശരിക്കും ആ ഒരു ഉറപ്പ് തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും മുന്നോട്ട് നയിക്കേണ്ടത്. മനോഹരമായ കാവൽ എന്ന പുസ്തകത്തിൽ അത് വായിച്ച സമയത്ത് അതിൽ മാമിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഹോസ്പിറ്റലിലുള്ള മറ്റ് ജീവനക്കാർ, ഇവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അവരുടെ ഡ്യൂട്ടികൾക്കപ്പുറത്തേക്ക്, ഒരു പ്രൊഫഷനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഹ്യൂമാനിറ്റി കാണിക്കുന്ന പല സംഭവങ്ങളും അതിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ. കൂടുതൽ ആശ്വാസ വാക്കുകൾ തരാനും നെഞ്ചോട് ചേർക്കാനും ഒക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ആദ്യം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്നെ സർജറി ചെയ്ത എൻ്റെ ഡോക്ടർ സുരേഷ് ജയബാലൻ സാറിൻ്റെ മുഖമാണ്. ആദ്യമായിട്ട് എന്നെ കാഷ്വാലിറ്റിയിലേക്കാണ് അദ്ദേഹം വന്ന് കാണുന്നത്. ആ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു ഗ്രോത്ത് അവിടെ ഉണ്ട്, ഇത് നമ്മൾ റിമൂവ് ചെയ്യണം. അത് ചിലപ്പോൾ ഒരു ട്യൂമർ ആവാം. 98% രോഗിയും രോഗിയുടെ ഫാമിലിയും എത്രത്തോളം പോസിറ്റീവായിരിക്കുന്നോ അതുപോലെ തന്നെ ആയിരിക്കും റിസൾട്ട്. 2% എല്ലാത്തിലുള്ളതുപോലെ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ട്. ഞങ്ങൾ എന്തിരുന്നാലും ഞങ്ങൾ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ ട്രീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അത് അവസാന നിമിഷം വരെ അവർ പാലിച്ചു എന്നുള്ളതാണ്. അതെനിക്ക് കൂടുതൽ റിയലൈസ് ആയ ഒരു സംഭവം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിസ്റ്റ് വന്നു. അത് നമ്മൾ അറിഞ്ഞ സമയത്ത് ഡോക്ടർ ഉണ്ടായിരുന്നു ദുബൈയിലാണ്. ഡോക്ടർ എനിക്ക് വേണ്ടി ഡോക്ടർ നാട്ടിലേക്ക് വരികയാണ്. ഡോക്ടർ നാട്ടിലെത്തിയ ദിവസം സൺഡേ ആണ്. ആ ദിവസം ഡോക്ടർക്ക് ഡ്യൂട്ടി ഇല്ല. ഡോക്ടർ എന്നെ കാണാൻ വരികയും തിങ്കളാഴ്ച രാവിലേക്ക് ആ സർജറി ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആനന്ദ് ഒക്കെ എനിക്കൊരു ബ്രദറിനെ പോലെയാണ് മുഴുവൻ സമയവും കൂടെ നിന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് ആനന്ദ്, അതുപോലെ എൻ്റെ ഓങ്കോളജി ഡോക്ടർ, അവിടെ എന്നെ വീൽ ചെയർ തള്ളിത്തന്ന അക്കമാർ, അവിടുത്തെ നേഴ്സുമാർ, അവരൊക്കെ സത്യത്തിൽ എന്നെ അവരിലൊരാളായിട്ടാണ് കണ്ടത്. അവരെക്കൊണ്ട് എത്രത്തോളം എനിക്ക് എന്തെല്ലാം ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ അവരെനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവരിൽ നിന്ന് സത്യത്തിൽ ഞാൻ ഒരുപാട് മനോഹരമായ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. സത്യത്തിൽ
നമ്മൾ ഏത് മേഖലയിലായിക്കോട്ടെ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ഇഹലോകത്തിലേക്ക് മാത്രമല്ല, അത് പരലോകത്തിലേക്ക് കൂടിയുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. ഇപ്പം ഞാൻ അവരെ ഓർക്കുന്ന സമയത്ത് സത്യത്തിൽ എൻ്റെ ഹൃദയത്തിലാണ് അവരുള്ളത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് എൻ്റെ ഹൃദയത്തിൽ ഉയരുന്നത്. അതുപോലെ നമ്മുടെ ഒരു സർവീസ് കൊണ്ട് നമ്മൾ കാരണം മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഇടം പിടിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ സത്യത്തിൽ യഥാർത്ഥ വിജയം എന്ന് പറയുന്നത്. നമ്മളും ഇതുപോലെ ഒരു പ്രൊഫഷനിൽ എത്തുന്ന സമയത്ത് ഈ ജീവിത പാഠങ്ങൾ നമുക്കും വഴിയൊരുക്കട്ടെ. അവസാനമായൊരു ചോദ്യം. ഇവിടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണല്ലോ. നമുക്കറിയാം നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. പല പ്രയാസങ്ങൾ വരുന്ന സമയത്ത് അതിനെങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയാതെ ഒരുപാട് ആളുകൾ സ്ട്രെസ്ഡ് ആവുകയും ഫെയിലിയറുകൾ വരുന്ന സമയത്ത് ഈവൻ സ്യൂസൈഡ് ചെയ്യാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷണൽ സ്റ്റുഡൻസിനോട് അവർക്ക് നൽകാനുള്ളൊരു മെസ്സേജ് എന്താണ്? ഇത്രയും നേരം നിങ്ങൾ കേട്ടത് എൻ്റെ അനുഭവങ്ങളാണ് അല്ലേ. സത്യത്തിൽ ഞാനൊന്നും ഒരു പ്രതിസന്ധിയിലൂടെ അല്ല കടന്നുപോയത്. എന്നേക്കാൾ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ 2 പേരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലൂടെയാണ് ഇന്ന് എൻ്റെ മെസ്സേജ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് 33 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം അദ്ദേഹത്തിൻ്റെ 34ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ജീപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആവശ്യത്തിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കാറ്റും മഴയുള്ള സമയമായിരുന്നു. ഒരു കൂറ്റൻ മരം വന്നിട്ട് അദ്ദേഹം സഞ്ചരിക്കുന്ന ജീപ്പിൽ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്പൈനൽ കോഡിന് ഇഞ്ചുറി സംഭവിക്കുകയും അദ്ദേഹത്തിൻ്റെ കഴുത്തിന് താഴെ പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു. ഇങ്ങനെയുള്ള എല്ലാ രോഗികളെയും പോലെ അദ്ദേഹവും 4 ചുമരിനുള്ളിലേക്ക് ഒതുക്കപ്പെടുകയാണ്. എന്നാൽ ഖുർആനിലെ വചനങ്ങൾ അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുകയാണ്. അങ്ങനെ അദ്ദേഹം പതിയെ ഖുർആൻ വായിക്കാൻ തുടങ്ങുന്നു. പിന്നീട് പതിയെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അദ്ദേഹം എഴുതാൻ ശ്രമിക്കുകയാണ്. ഇപ്പം പുസ്തകം വായിക്കാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ ചിന്തിക്കണം, കഴുത്തിന് താഴെ ഒരു ഭാഗവും ഇളകാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹം എങ്ങനെയാണ് എഴുതിയതെന്ന് നിങ്ങൾക്കറിയോ? അദ്ദേഹം പെന്ന് വായിൽ തിരികെ വെച്ചിട്ട് ഇളകാത്ത തൻ്റെ വിരലുകൾക്കിടയിൽ, പെരുവിരലുകൾക്കിടയിൽ പെന്നിങ്ങനെ തിരികെ വെച്ചിട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹം വളരെ പ്രയാസമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ടും അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം കൊണ്ടും അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം എഴുതി തീർത്തത് എന്നെപ്പോലെ ഒരു പുസ്തകമല്ല, 2 പുസ്തകങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ അതിജീവന കഥ, പ്രത്യാശയുടെ അത്ഭുത ഗോപുരം എന്നീ 2 പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവായിട്ടുള്ള കുഞ്ഞബ്ദുള്ള കാട്ടുകണ്ടിയെക്കുറിച്ചാണ്, പ്രിയപ്പെട്ട കുഞ്ഞബ്ദുള്ളക്കായെക്കുറിച്ചാണ്. ഇനി അടുത്ത അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മാൻ്റെ കസിനാണ്. അവളും ഞാനും ഒരേ പ്രായമാണ്. ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു. അങ്ങനെ വലുതായി അവൾ കല്യാണം കഴിഞ്ഞ് പോയി. അവൾ കോയമ്പത്തൂരിലെ വെൽ സെറ്റിൽഡാണ്, വീടൊക്കെ ആയി. 2 മക്കളാണ് അവൾക്കുള്ളത്. അപ്പം ഞാൻ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്ന് ഒരു ദിവസം കേൾക്കുകയാണ് അവളുടെ ചെറിയ 7 വയസ്സുള്ള മകൾ സ്കൂളിൽ വെച്ചിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ് എനിക്ക് പോകണം എന്നുള്ളത്. ഞാൻ അങ്ങനെ വാശി പിടിക്കുകയാണ് എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ടുപോവാണ്. അപ്പം ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായിരുന്നു. ഞാൻ എന്താണ് ഇവളോട് പറയുക, ഞാൻ എങ്ങനെയാണ് ഇവളെ ആശ്വസിപ്പിക്കുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് പോയ എന്നെ അവിടെ എത്തിയ സമയത്ത് അവൾ അത്ഭുതപ്പെടുത്താണ്. ഞാൻ അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അവളാണ് എന്നെ കൂട്ടാൻ പുറത്തേക്ക് ഓടി വരികയാണ്. അവൾ എൻ്റെ കൈ പിടിച്ചിട്ട് പറയും, നീ ഇത്രയും പ്രയാസപ്പെട്ടിട്ട് എന്നെ കാണാൻ വന്നല്ലോ. എന്നിട്ട് എന്നെ അവളെ ഡൈനിങ് ടേബിളിൻ്റെ ഉള്ളിലേക്ക് അവിടേക്ക് അടുത്തേക്ക് കൊണ്ടുപോയി ഇരുത്തി. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, എടി റബ്ബ് എനിക്ക് തന്നത് റബ്ബ് തിരിച്ചെടുത്തു. കുറച്ച് പ്രയാസം ഉണ്ടാവും, കാരണം നമ്മൾ അത്രയും അടുത്ത് പെരുമാറിയ മക്കളല്ലേ. മറക്കാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അവൾക്ക് പറയാൻ കഴിഞ്ഞത്? റബ്ബിലുള്ള തവക്കൽ കൊണ്ടാണ് അവൾക്കത് പറയാൻ കഴിഞ്ഞത്. അങ്ങനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ വെച്ചിട്ട് ഇവളെക്കുറിച്ച് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് അവൾക്ക് മെസ്സേജ് അയക്കണം. മെസ്സേജ് അയച്ച സമയത്ത് അവൾ എന്നോട് വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് പരലോകമാണ്, ജന്നത്താണ്. ആ പരലോകത്തേക്ക് എനിക്ക് പോകാൻ എൻ്റെ മകളൊരു കാരണമാകുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ ലോകത്തെ ഒരു ഹൈറായിട്ടാണ് കണക്കാക്കുന്നത് എന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 അനുഭവങ്ങൾ പറഞ്ഞു തന്നു. ഒരാൾക്ക് നഷ്ടപ്പെട്ടത് ശരീരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചലനശേഷിയാണ്, തിരിച്ച് ഒരിക്കലും വരൂല. മറ്റേ ആൾക്ക് നഷ്ടപ്പെട്ടതും ഈ ലോകത്ത് തിരിച്ചു കിട്ടാത്ത കുഞ്ഞിനാണ്. എന്നാൽ ഇവർ 2 പേരും ഭരമേൽപ്പിച്ചത് എങ്ങനെയാണ്?
അവർ റബ്ബിലേക്ക് പൂർണ്ണമായിട്ടും ഭരമേൽപ്പിച്ചപ്പോൾ അവർക്ക് റബ്ബ് നൽകിയൊരു ശക്തി കൊണ്ടാണ് അവരതിനെ തരണം ചെയ്തത്. ഇനി നിങ്ങൾ എക്സാമിൻ്റെ കാര്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിൻ്റെ സമയത്ത് വരുന്ന സ്ട്രെസ്സിനെ കുറിച്ച്. ആ ഒരു സമയത്ത് ഒറ്റയ്ക്ക് തവക്കൽ മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഒരു ഹദീസ് ഉണ്ട്, ഒട്ടകത്തെ നിങ്ങൾ കെട്ടിയിട്ടതിന് ശേഷം നിങ്ങൾ എന്താക്കുക, റബ്ബിൽ തവക്കൽ ചെയ്യുക. അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തതിന് ശേഷം എന്താക്കണം, നമ്മൾ തവക്കൽ ചെയ്യണം. നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും, ഈ ലോകത്ത് എന്ത് പ്രയാസം വന്നാലും, ഈ ലോകം എന്തല്ല, ഈ ലോകം അവസാനമല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ മനോഹരമായിട്ടുള്ളൊരു ലോകം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ റബ്ബിനെ നന്ദി കാണിക്കുന്ന അടിമകളായി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് തന്നെ പ്രയത്നിക്കാം. ഇൻഷാ അല്ലാഹ് ഈ ലോകത്ത് നിന്ന് പുഞ്ചിരിച്ചു കൊണ്ട് വിട പറഞ്ഞു പോകാൻ നമ്മളെല്ലാവരെയും റബ്ബ് അനുഗ്രഹിക്കട്ടെ. ആമീൻ. കണ്ണടച്ചാൽ ഏഴുവാനമേറി റൂഹ് ചിരിക്കണം, കൺ തുറന്നതിനായി ഏറെ കരുതലോടെ ചലിക്കണം. ധർമ്മവും അധർമ്മവും തിരിച്ച വേദവചസ്സുകൾ മർമ്മമാഷിക ഏന്തിയിരുളിൽ ഇടറിടാതെ ഗമിക്കണം. നന്മയാൽ കഴിയേണ്ട വീടാണല്ലോ ദുനിയാവോർക്കണം. കർമ്മമേറെ ചെയ്തിടാൻ ഖൽബിൽ മുസല്ല വിരിക്കണം. മരണമെത്തും മുമ്പ് ഈമാൻ കതക് മെല്ലെ തുറക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. കലിമ ചൊല്ലി തിരിക്കണം, ഈ യാത്ര സഫലമാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശരിക്കും നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുകയും അതിന് നമ്മൾ അള്ളാഹുവോട് നന്ദി കാണിക്കുകയും ചെയ്യുന്നത്. ഡോക്ടർ കെ പി ഹവ്വ ഒരിത്തിരി നേരം നമ്മോട് സംവദിച്ചു. ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ള വലിയ പാഠങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ശുക്രൻ ജസാക്കുമുള്ള. ഞങ്ങളുടെ ഏറെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. ഈ ജീവിതത്തിലെ ഓരോ പാഠങ്ങളും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കരുത്തേകട്ടെ. ഓരോ ഉയർച്ചയിലും തളർച്ചയിലും മനോഹരമായ കാവൽ എപ്പോഴും നമ്മുടെയും കൂടെ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.